Hi all. Target NEET 2026 with Brilliant. റിപ്പീറ്റേഴ്സ് 2026 മെഡിക്കൽ ബാച്ച് ബിർലിൻ്റെ എല്ലാ ക്യാമ്പസുകളും ഉണരുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും ക്യാമ്പസിലോട്ടും ഹോസ്റ്റലിലോട്ടും ഒക്കെ എത്തുന്ന ഈ സമയത്ത് ബിർലിനെ വിശ്വസിച്ച് വരുന്ന കുട്ടികൾക്ക് ഏറ്റവും അധികം ഉപകാരമാകുന്ന മറ്റൊരു വീഡിയോയിലോട്ടാണ് ജസ്റ്റിസ് സാറും ഞാനും ഒക്കെ ഇന്ന് കിടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഈ 41 വർഷമായിട്ട് മെഡിക്കൽ മേഖലയിൽ ബിർലിനുണ്ടാക്കിയ ഒരു വിപ്ലവം എയിംസിലും ജിപ്മറിലും ഗവൺമെൻറ് MBBSലും ഒക്കെ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലൊക്കെ മലയാളികൾ പ്രവേശനം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ബിർലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബിർലിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, അതിനെയാണ് ജസ്റ്റിസ് സാറും ഞാനും ഒക്കെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണ് സ്റ്റഡി മെറ്റീരിയൽസ്, എങ്ങനെയാണത് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ കണ്ടൻറ്റുകളാണ് അടങ്ങിയിരിക്കുന്നത്, അതൊക്കെയാണ് ഫാക്കൽറ്റി ആയിട്ടും ഇപ്പം ഡയറക്ടറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ജസ്റ്റിസ് സാർ പറയുന്നത്. സാർ, ആദ്യമായിട്ട് ബിർലിലോട്ട് കടന്നു വരുന്ന എല്ലാവർക്കും എങ്ങനെയാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴാണ് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് അവർക്കിത് കിട്ടുന്നത്, എത്രത്തോളം എണ്ണമാണ് ഇത് കിട്ടുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സാറേ, ഒരു പാഠപുസ്തകങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത്. നമ്മളൊക്കെ ആണെങ്കിലും ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഏറ്റവും ആദ്യം ഒരു ക്ലാസ്സിലേക്ക് ചെന്നാൽ ആദ്യം നമുക്ക് കിട്ടുന്നത് പുസ്തകങ്ങളാണ്. ആ പുസ്തകം കിട്ടുമ്പോഴത്തെ ആ ഓർമ്മ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ. പക്ഷേ അന്നത്തെ ലെവൽ പുസ്തകമൊന്നുമല്ല, ഇന്നത്തെ വേറെ ലെവൽ പുസ്തകങ്ങളാണ് ബിർലിൻ്റെ കുട്ടികൾക്ക് നൽകുന്നത്. അപ്പം നമ്മുടെ ഏറ്റവും കളർഫുൾ ആയിട്ട് ഏറ്റവും നല്ല ലേഔട്ട്, ഏറ്റവും നല്ല പേപ്പറിൽ പ്രിന്റ് ചെയ്ത ഏറ്റവും നല്ല അങ്ങനെയുള്ള ഈ ബുക്കുകൾ ആദ്യം നമ്മൾ ക്ലാസ്സിൽ വരുന്ന ദിവസം തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളിലാണ് ഓൺലൈൻ ബാച്ചുകളാണെങ്കിൽ നമ്മൾ വീടുകളിൽ ഇന്ത്യ അഡ്രസ്സിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരികയും ചെയ്യും. അതെ. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ഈ കുട്ടികളെ സ്വീകരിക്കാനായിട്ട് ക്ലാസ് ടീച്ചേഴ്സും ഇവിടുത്തെ മെൻറ്റേഴ്സ് എല്ലാവരും നിൽക്കുന്ന കൂടെ തന്നെ ഈ മെറ്റീരിയൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. നമുക്ക് എക്സാമ്പിൾ നമ്മൾ ഫിസിക്സിൻ്റെ മെറ്റീരിയൽ നല്ല കളർഫുള്ളാണ്, അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, എന്ത് കളർഫുള്ളായിട്ട് ആ ഒരു ബുക്ക് കണ്ടാൽ പഠിക്കാൻ തോന്നും. അതാണ് അതിൻ്റെ വ്യത്യാസം. റീഡബിളുമാണ്, കാരണം നന്നായിട്ട് അകത്തി വിസിബിൾ ക്ലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എത്ര തവണ സ്ക്രൂട്ടനൈസ് ചെയ്ത മെറ്റീരിയൽ പ്രൊഫസർമാരൊക്കെ ഇരുന്ന് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്ത് എത്ര ലെവൽ വേണമെന്ന് തീരുമാനിച്ചു. അതായത് ബിർലിൻ്റെ ക്വസ്റ്റ്യൻസ് അത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ചോദ്യങ്ങളിലൂടെയുള്ളൊരു കടന്നുപോക്ക് തന്നെയാണ് നീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ലെവൽ 1 ഒരു ക്വസ്റ്റൻ ആകട്ടെ, ലെവൽ 2 ക്വസ്റ്റൻ ആകട്ടെ, ലെവൽ 3 ക്വസ്റ്റൻ ആകട്ടെ, ഇത് പ്രൊഫസർമാർ നേരിട്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് മാറി കൃത്യമായിട്ട് വർക്ക്ഷോപ്പ് നടത്തി അവരിരുന്ന് ഡിസൈൻ ചെയ്തിട്ട് അവർ തന്നെ ഒരു സ്വയം വിമർശനത്തിന് വിധേയമായി കൃത്യമായിട്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റബിളായ രീതിയിൽ കുട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഏറ്റവും അപ്ഡേറ്റഡും ആണ്. 2025 ക്വസ്റ്റ്യൻ ഇതിനകത്ത് കാണാം. ഉണ്ട്. എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് അതിനുവേണ്ടി നമ്മൾ ലെവൽ 1 ലെവൽ 2 നിർത്തിയിരിക്കുകയായിരുന്നു. അതിന് ലെവൽ 3 കൂടെ വന്നതിന് ശേഷമാണ് മെറ്റീരിയൽ അടിച്ച് വന്നിരിക്കുന്നത്. വളരെ കളർഫുള്ളായിട്ട്. അപ്പോൾ ലെവൽ 1 നമുക്കറിയാം, ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അത് വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ ആവറേജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരികയാണ്. അത് യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് ആണ് ഇപ്പോൾ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെട്രിക്സ് മാച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഏറ്റവും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ തന്നെ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നത്. അപ്പം ഇത്രത്തോളം മെറ്റീരിയൽ, ഇതിപ്പോൾ എത്ര മെറ്റീരിയൽ കിട്ടുന്നുണ്ട്? 27 മെറ്റീരിയൽ ഉണ്ട്. റിപ്പീറ്റേഴ്സ് 2026 ചേരുന്ന ഒരു വിദ്യാർത്ഥിക്ക് വിവിധ തരങ്ങളായിട്ടുള്ള 27 മെറ്റീരിയലുകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനം ബിർലിനാണ് നീറ്റിന് വേണ്ടി. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുന്ന സ്ഥാപനവും ബിർലിനാണ്. ഇതെല്ലാം കൂടാതെ നമുക്ക് വേറെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്, അത് വേറെ. ഇനി ലക്ഷക്കണക്കിന് ചോദ്യങ്ങളിലോട്ടാണ് അവർ കിടക്കുന്നത്. അതെ അതെ. അപ്പോൾ സാറ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ബുക്ക് സാറ് അപ്പം ആദ്യമായിട്ട് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന ടെസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ഇതാണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? ഇതാണ് അധ്യാപകർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇത് കെമിസ്ട്രിയുടെ ബുക്കാണ്. അപ്പോൾ അത് നമ്മൾ ഓരോ സെഷൻസിന്, അപ്പോൾ ഓരോ ടോപ്പിക്കുകൾക്കും ഇത്ര മണിക്കൂർ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ടോപ്പിക്കുകൾ തന്നെ കൃത്യമായിട്ട് തലേദിവസം പറഞ്ഞു വിടും. ഏത് സാറാണ് ക്ലാസ് എടുക്കുന്നത്, നാളെ എത്ര മണിക്കൂർ ഈ ടോപ്പിക്കുകളുണ്ട്, അത് കൃത്യമായിട്ട് ക്ലാസ്സിൽ കൊണ്ടുവരേണ്ട കുട്ടികൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ കൊണ്ടുവരേണ്ട ബിർലിന്റെ സ്റ്റഡി മെറ്റീരിയൽ മാത്രമാണ്. കെമിസ്ട്രി, ബയോളജി, സ്റ്റഡി മെറ്റീരിയൽ. കെമിസ്ട്രി ഉണ്ട്. കെമിസ്ട്രി ഒക്കെ നമുക്ക് ഓർഗാനിക്കിലേക്ക് പോകുമ്പോഴത്തേന് എന്ത് കളർഫുൾ ആയിട്ടാ
മാച്ചിങ് അതെല്ലാം കൃത്യമായിട്ട്. പക്ഷേ ഇതിനകത്ത് ആൻസറുകൾ കാണുന്നില്ലല്ലോ സാറേ. സാർ ഇതിനകത്ത് നമ്മൾ ആൻസർ കീ കൊടുക്കാറില്ല. ശരി. അത് ക്ലാസ്സിൽ സാർമാർ ഡിസ്കസ് ചെയ്യുവാണല്ലോ. അപ്പോൾ ഡിസ്കസ് ചെയ്ത് കുട്ടികളുമായിട്ടൊരു സംവാദമായിരിക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സിൽ കുട്ടികൾ പഠിപ്പിച്ച് തിയറി ആദ്യം പഠിപ്പിക്കുന്നു. തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിലെ ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3 ക്വസ്റ്റ്യൻസ് ചെയ്താണ്. അതാണ് ഷോർട്ട് നോട്ടായിട്ട് കുട്ടികൾ എഴുതി അവരത് ഏറ്റവും അവസാനത്തെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയാണ് അവർ എക്സാം ഹാളിലോട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതും ഏറ്റവും അധികം ഉപയോഗിക്കുന്നതുള്ളത് ആദ്യത്തെ പാക്കേജാണ് സ്റ്റഡി മെറ്റീരിയൽ. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള മെറ്റീരിയലാണിത്. അത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. കുട്ടികൾക്ക് ബ്രില്യൻ്റ് നമ്മൾ ഇവാലുവേഷൻ എടുക്കുമ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ മാർക്ക് ഇടുന്ന വൺ ഓഫ് ദ കമ്പണന്റ് അത് ഇതാ ബ്രില്യൻ്റിലെ സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഇത് സാറ് നോക്കുക, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ ബയോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ഇത് മൂന്നും നമ്മൾ ക്ലാസ്സുകളിൽ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾ എല്ലാം എന്ത് മനോഹരമായിട്ട് അത് ഡിസൈൻ ചെയ്യുന്നുള്ളതാണ്. അത് ആ ടീമിന് നല്ല പ്രത്യേക അഭിനന്ദനം നമ്മൾ കൊടുക്കേണ്ടതാണ്. കൃത്യമായിട്ട് ക്ലാസ്സിലെല്ലാം ഇത് കാണുമ്പോൾ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ബയോളജിയുടെ ഒരു ചാപ്റ്റർ സൈറ്റോകൈനസിസ് 2, സ്റ്റേജസ് ഓഫ് മിയോസിസ് 2, മിയോസിസ് 1, മിയോസിസ് 2 ഇതെല്ലാം കൃത്യമായിട്ട് അത് സെൽ സൈക്കിളാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ സെൽ സൈക്കിൾ. അപ്പോൾ ആ സെൽ സൈക്കിളിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോന്നിലും നമ്മൾ കണ്ട നല്ല കളർഫുള്ളാണ്, അട്രാക്റ്റീവാണ്, കണ്ടാൽ പഠിക്കാൻ തോന്നും എന്ന് പറയുന്നത് വെറുതെ അല്ല, 100% സത്യസന്ധമായിട്ട് പറയട്ടെ. ഇത് കൃത്യമായിട്ട് കുട്ടികളെല്ലാം നോക്കി പഠിക്കും. നല്ല ഡിസൈനല്ലേ. ഇതാണ് ഇതിന് ഓരോ ചാപ്റ്ററിനും നിശ്ചിത സമയങ്ങൾ അലോട്ട് ചെയ്തിട്ട് സമയബന്ധിതമായിട്ട് തീർക്കുകയാണ്, പഠിപ്പിച്ച് തീർക്കും. അപ്പോൾ നമുക്ക് സമയബന്ധിതമായിട്ട് തീർക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഒരു 5-5.5 മണിക്കൂറാണ് ക്ലാസ്. അത് ഒരു ദിവസം 3 സെഷനുകളുണ്ട്. ശരി. അതിനുശേഷം ഇവര് നമ്മുടെ ഇവിടെ തന്നെ നിന്ന് റെഫറൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്, പഠിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം. ഓക്കെ. അപ്പം അടുത്ത മെറ്റീരിയലിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് റെഫറൻസിനായിട്ടും ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിലോട്ട് നമുക്ക് കടന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും സാറ് സജസ്റ്റ് ചെയ്യുന്നത്? സ്റ്റഡി പാക്കേജ് ഉണ്ട്. സ്റ്റഡി പാക്കേജ് എന്ന് പറഞ്ഞാൽ അത് വെൽ ഡിസൈൻഡ്. അതായത് നോക്കി അറിയാം. ഇത് നമ്മൾ ഒരു ചാപ്റ്റർ നമുക്ക് എക്സാമ്പിൾ എടുത്ത് പറയാം സാറേ. ഇത് നമ്മുടെ +1 ഫിസിക്സിന്റെ ക്ലാസ് 1 ഇത് 11 ക്ലാസ് 11 സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ അതിലെ ഒരു ചാപ്റ്റർ എടുത്ത് സാറേ, ഫിസിക്സിലെ ചാപ്റ്റർ ഇപ്പോൾ മോഷൻ പ്ലെയിൻ ആണ്. അതിന്റെ പ്രത്യേകത ഉണ്ടോ? നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഒരു തിയറി പോർഷൻ നീറ്റിന്റെ സിലബസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സിലബസ് അനുസരിച്ച് ആദ്യം മുഴുവൻ തിയറി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ക്ലാസ്സിൽ അദ്ദേഹം തിയറി പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊരു നോക്കാം. തീർച്ചയായിട്ടും വേറൊരു മെത്തേഡിലുള്ളതും കാണാം. അപ്പം അങ്ങനെ ആ പല മെത്തേഡ്സിലുള്ള തിയറിയുടെ തന്നെ പല രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ഷോർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് തിയറി. ആ തിയറി കഴിഞ്ഞാൽ ഈ കൊച്ചു വീണ്ടും ലെവൽ 1 ക്വസ്റ്റ്യൻസിലുണ്ട്. ഇത് റൂമിലിരുന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിരുന്ന് തന്നെ ഇരുന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലെവൽ 1 ധാരാളം ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ സ്റ്റഡി പാക്കേജ് കൂടാതെ ഒരു ചാപ്റ്ററിന്റെ തന്നെ അതായത് ലെവൽ 1 തന്നെ 25 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഒരു ചാപ്റ്ററിലാന്ന് ഓർക്കണം. ലെവൽ 2ലേക്ക് വരുമ്പോഴത്തേന് വീണ്ടും 25 ക്വസ്റ്റ്യൻ, അങ്ങനെ 50 ക്വസ്റ്റ്യൻ ആയി. അപ്പം നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ മുകളിൽ കഴിഞ്ഞു ഒരു ചാപ്റ്ററിൽ തന്നെ കഴിഞ്ഞു. അതിനകത്ത് വിത്ത് ഡീറ്റെയിൽഡ് ഹിന്റ് ആൻഡ് സൊല്യൂഷൻ ആണ് കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടികൾ തന്നെ നോക്കുന്നു. അത് കഴിയുമ്പോൾ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആണ്. ആ ഡീറ്റെയിൽഡ് സൊല്യൂഷനിൽ നിന്ന് ഏത് ബ്രില്യന്റിൽ ജോയിൻ ചെയ്യുന്ന ഏത് കുട്ടിക്കും അത് നോക്കിയാൽ മനസ്സിലാവും. ഇത് റെഫറൻസിന് എപ്പോഴും കയ്യിൽ കാണേണ്ട സ്റ്റഡി പാക്കേജ്. ഫിസിക്സിന് 2 ഉണ്ട്, ക്ലാസ് 11 ക്ലാസ് 12. അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് ഉണ്ട്. കെമിസ്ട്രിയുടെ സ്റ്റഡി പാക്കേജുകൾ ഇതാണ് ഓർമ്മ. ക്ലാസ് 11 സ്റ്റഡി പാക്കേജ്, ക്ലാസ് 12 സ്റ്റഡി പാക്കേജ്. അപ്പോൾ നമ്മൾ ബയോളജിയിൽ അതുപോലെ തന്നെ 2 ക്ലാസ് 11 സ്റ്റഡി പാക്കേജ് ഇതാണ് ക്ലാസ് 11 ക്ലാസ് 12. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ സ്റ്റഡി പാക്കേജ് 2 സെറ്റുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡി മെറ്റീരിയലും സ്റ്റഡി പാക്കേജുമാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റഡി മെറ്റീരിയൽ ഫാക്കൽറ്റീസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലെക്ചർ നോട്ട് നമ്മൾ തന്നെ എഴുതി ആൻസറിലോട്ട് എത്തേണ്ടതാണ്. സ്റ്റഡി പാക്കേജ് ആണ് നമുക്ക് വിത്ത് ഡീറ്റെയിൽഡ് തിയറി അതിനകത്തുണ്ട്. അതുൾപ്പെടെ നമുക്ക് റെഫറൻസിന് ഉപയോഗിക്കേണ്ടതും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വിത്ത് സൊല്യൂഷൻ, ഫുൾ ഡീറ്റെയിൽ സൊല്യൂഷൻ ഉള്ളതാണ്. സർ, വിദ്യാർത്ഥികൾ അടുത്തത് ഏറ്റവും അധികം ഇപ്പം നമുക്ക് കഴിഞ്ഞ തവണത്തെ അല്ലെ, ഇപ്പം നന്ദിതയാണെങ്കിലും ആര്യയാണെങ്കിലും അല്ലെങ്കിൽ ശ്രീധൻ ശർമ്മിലാണെങ്കിലും ഒക്കെ, അപ്പോൾ അവർക്ക് ആ ഏറ്റവും അധികം ഉപകാരപ്പെട്ട മറ്റൊരു മെറ്റീരിയലിലോട്ട് നമുക്ക് കിടക്കണം. അവരെല്ലാം കടന്നുപോയത് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ മാത്രമാണെന്നുള്ളത് അവരെല്ലാവരും അവരുടെ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ +1 +2 പഠിച്ചതിനേക്കാളും കൂടുതൽ മെറ്റീരിയൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഈ മെറ്റീരിയൽ മാത്രം പഠിച്ചാലും മതി, നമുക്ക്
ഏറ്റവും ഒരു നല്ല സ്കോറിലോട്ട് എത്താം. അത് ഏത് ലെവലുള്ള എക്സാം ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2025 റിസൾട്ടിലോട്ടും അവരിലോട്ടും ഒക്കെ എത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമുക്ക് 26 ഒരു പ്രിപ്പറേറ്ററി പ്രോഗ്രാം ആണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ സാർ അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണ്? വർക്ക് ബുക്കാണ്. തീർച്ചയായിട്ടും വർക്ക് ബുക്ക് നമുക്കറിയാം. ഇപ്പോൾ ഇത് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും വർക്ക് ബുക്ക് ഉണ്ട്. ഫിസിക്സിന്റെ വർക്ക് ബുക്കാണ് സാർ നോക്കി. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെത്താൻ ചെയ്യണമെന്നുള്ളതാണ്. ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുന്ന സമയത്ത് ഫാക്കൽറ്റി ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി പാക്കേജ് നോക്കി അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഡീപ്പായിട്ട് പഠിച്ചെന്ന് വിദ്യാർത്ഥിക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് വർക്ക് ബുക്ക്. ഓക്കെ സാർ ഫിസിക്സിൽ ഒരു ചാപ്റ്റർ എടുത്ത് നമുക്കത് നോക്കാം എങ്ങനെയാണുള്ളത്. ഗ്രാവിറ്റേഷൻ. യെസ്, അതിനകത്ത് തന്നെ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ? ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ധാരാളം. അപ്പൊ ഇത് മറ്റേ രണ്ട് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഓരോ ടോപ്പിക് വൈസ് ആണ്. ടോപ്പിക്കും സബ് ടോപ്പിക് അല്ലെങ്കിൽ ടൈറ്റിലും സബ് ടൈറ്റിലും വെച്ചാണ് മെറ്റീരിയൽ സെറ്റ് ആക്കിയത്. ഇതെല്ലാം നമ്മുടെ പ്രൊഫസേഴ്സ് എത്ര കരുതലോടെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനകത്താണ് സബ് ടൈറ്റിലുകളെല്ലാം കിടക്കുന്നത് നമ്മൾ കണ്ടു. ടൈറ്റിലും സബ് ടൈറ്റിലും ഉണ്ട് ഓരോ ചാപ്റ്ററിലും. അപ്പൊ ആ ഭാഗത്തുനിന്ന് വരാവുന്ന മാക്സിമം എത്ര കൺസെപ്റ്റ് ഉണ്ടോ ആ കൺസെപ്റ്റുകളെല്ലാം ഉൾപ്പെടുത്തി അതിനകത്ത് ഹൈപ്പോത്തസിസ് കൺസെപ്റ്റ് അത് കൃത്യമായിട്ട് ഓരോന്നിനെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇന്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കാച്ചിക്കുറുക്കി പറയുന്ന പോലെ അതിനകത്ത് ഓരോ ഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് റിപ്പൽഷൻ ലോസ്. ഒരു സെന്റൻസിൽ ഒരു ക്വസ്റ്റിന്റെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഇതിലുണ്ട്. അപ്പൊ അത് ഫിസിക്സിൽ അതുപോലെയാണ്. 100 മുകളിൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്നത്. സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ലാതെ തീർന്നു കഴിയുമ്പോഴത്തേന് വീണ്ടും സാമ്പിൾ ക്വസ്റ്റ്യൻസ് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ അത് നോക്കിയാൽ വീണ്ടും 50 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതില് ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയലിൽ 50ഓളം ക്വസ്റ്റ്യൻസ്, ദെൻ അത് കഴിഞ്ഞ് സ്റ്റഡി പാക്കേജിൽ 200ഓളം ക്വസ്റ്റ്യൻസ്. അതെല്ലാം കൂടെ കഴിയുമ്പോൾ ഇവിടെയും വരുന്നു 10-200 ക്വസ്റ്റ്യൻ. അപ്പം ഒരു ചാപ്റ്ററിൽ ഒരു ഇപ്പം തന്നെ നമ്മൾ 200-300 ക്വസ്റ്റ്യൻസിന് മുകളിലേക്ക് എത്തുക ഇത്രയായപ്പോൾ തന്നെ. അപ്പോൾ ഇതിന്റെ ഹിന്റ് നമ്മൾ കൊടുത്തിട്ടില്ല. നോക്കി ആൻസർ കീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആൻസർ കീ മാത്രം കൊടുക്കുന്നതിന് പിന്നിൽ എന്തോ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. കഴിഞ്ഞ വർഷത്തെ നീറ്റ് സാറിന് അറിയാം. നമുക്കറിയാം കുട്ടികളെല്ലാം ഏറ്റവും ടഫായിട്ട് പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ടഫായിരുന്നു പറഞ്ഞെങ്കിലും ബ്രില്യന്റിലെ കുട്ടികൾ ആത്മവിശ്വാസത്തോടെ ഇറങ്ങി വന്നു. തീർച്ചയായിട്ടും ആദ്യം വിഷമമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ടഫാന്ന് അറിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എക്സാം എഴുതി മുൻ വർഷങ്ങളിലേക്കാളും വളരെ മികച്ച വിജയത്തിലായിട്ട് നമ്മൾ വരാൻ പോകുന്നത്. ആ റിസൾട്ട് വരുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും പഠിക്കാൻ വരുന്ന കുട്ടികൾക്കും എല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്. വർഷങ്ങളായിട്ട് 1ാം സ്ഥാനം കരസ്ഥമായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണല്ലോ നമ്മൾ. അപ്പോൾ ഈ 41 വർഷത്തെ എക്സ്പീരിയൻസ് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടും തൊട്ട് ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മുടെ മെറ്റീരിയൽ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ബുക്ക് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് എത്താനുള്ള കാര്യം എന്താണ്? അതായത് കുട്ടികൾ സ്വയം ചെയ്യണമല്ലോ. തീർച്ചയായും നമ്മൾ മറ്റേ നമുക്ക് ഡീറ്റെയിൽ സൊല്യൂഷനോ ഇതിന് അപ്പുറത്ത് വിദ്യാർത്ഥികൾ എത്രത്തോളം കുട്ടിയുടെ ബ്രെയിൻ എന്തുമാത്രം വർക്ക് ചെയ്യാവോ അത് വർക്ക് ചെയ്ത് അവർ തന്നെ ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ ലേണിംഗ് ബൈ ഡൂയിങ്. അതിന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ഒരാള് എത്രത്തോളം വർക്ക് ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതായത് മെന്റേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു വിടും. വർക്ക് ബുക്ക് ചെയ്തിട്ട് അതിന്റെ ബുക്ക് നോട്ടൊക്കെ എഴുതിക്കൊണ്ടുവരും. കുട്ടികളെല്ലാം കൊണ്ട് ക്ലാസ് ടീച്ചർമാരെ കാണിക്കും. അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയും ചെയ്യുന്നു. വർക്ക് ബുക്ക് ചെയ്യുന്നു. വർക്ക് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞു അതിന്റെ ഹിന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളൊരു ഇപ്പം നെയിമിങ്ങിന്റെ ചാപ്റ്റർ ആയത് അതിനകത്ത് നമ്മൾ ആൻസർ ആയിട്ട് മാത്രം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ മെക്കാനിക്സ് എടുക്കുക. ഇതിൽ ആൻസർ മാത്രം നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പം 1ന്റെ ആൻസർ 3. അപ്പോൾ 1ന്റെ ആൻസർ 3 എന്ന് പറയുമ്പോഴത്തേന് കുട്ടി നോക്കുമ്പോൾ 1ന്റെ ആൻസർ ഒരു കൺസെപ്റ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്തും. പക്ഷേ ഇച്ചിരി കൂടെ കൺസെപ്റ്റ് ഇച്ചിരി കൂടെ വേണ്ടതാണെങ്കിൽ അതൊക്കെ ആൻസർ എങ്ങനെ എത്തിയെന്ന് ചിലപ്പോൾ സംശയം. അപ്പോൾ നമ്മൾ ആ കീ മാത്രം കൊടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ സാർ പറഞ്ഞ വീഡിയോ സൊല്യൂഷൻ മുഴുവൻ ക്വസ്റ്റ്യൻസിന്റെയും മുഴുവൻ ചാപ്റ്ററുകളുടെ എല്ലാ ചാപ്റ്ററിന്റെയും കംപ്ലീറ്റ് വീഡിയോ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അത് മെയ് മാസത്തിൽ തന്നെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അത് ഇ-ലേണിംഗ് ആപ്പിൽ അപ്ലോഡ് ചെയ്യും. കൃത്യമായിട്ട് കുട്ടികൾക്ക് അതിന്റെ വീഡിയോ സൊല്യൂഷൻസ് കിട്ടും. എന്ന് പറഞ്ഞാൽ ബ്രില്യന്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരെണ്ണം ഉണ്ടെങ്കിലും ഇതെല്ലാം സ്റ്റഡി മെറ്റീരിയൽ. ഇതെല്ലാത്തിലൂടെയും അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് എന്ത്, കുട്ടി പഠിക്കേണ്ടത് എന്ത്, കുട്ടി സ്വയം വർക്ക് ചെയ്യേണ്ടത് എന്തെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ. തീർച്ചയായിട്ടും അതിലൂടെയാണ് വിദ്യാർത്ഥി ഒരു ചാപ്റ്റർ എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കുന്നത്. അത് ഇവർ ഹോസ്റ്റലിലൊക്കെ പോയിരിക്കുമ്പോഴും നല്ല കളർഫുൾ ആയിരിക്കണമല്ലോ. നല്ല ഡിസൈൻ ലേഔട്ട് എല്ലാം നല്ല ഭംഗിയാണ്. എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതിനകത്ത് വർക്ക് ബുക്കിനകത്ത് ഏറ്റവും ആ ടോപ്പിക്കും സബ് ടോപ്പിക്കും അനുസരിച്ചുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും തീർച്ചയായിട്ടും.
അപ്പോൾ നമ്മുടെ സ്റ്റഡി പാക്കേജ് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാമത്തെ സെറ്റാണ് വർക്ക് ബുക്ക്. അത് വിദ്യാർത്ഥികൾ തന്നെത്താൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ അത് മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട്, കാരണം എത്രത്തോളം ചെയ്യുന്നുണ്ടെന്നുള്ളതും ക്ലാസ് മെൻറ്റർ നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത് ബയോളജിൻ്റെ വർക്ക് ബുക്ക്. ഓക്കെ ഓക്കെ. ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു 1000 അല്ല 10,000 ചോദ്യങ്ങളിലൂടെ ഓരോ ഈച്ച് ആൻഡ് എവരി സെന്റൻസ്, അതുകൂടാതെ സമ്മറിന്ന് പോലും നമ്മുടെ പ്രൊഫസേഴ്സ് ഇരുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. തീർച്ചയായിട്ടും. കാരണം ഇൻട്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ അത് തന്നെ, അത് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് ഇങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്ര ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയാണ്. അടുത്ത മെറ്റീരിയലിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇത് നമ്മൾ വർക്ക് ബുക്ക് കഴിഞ്ഞു. വർക്ക് ബുക്ക് കഴിഞ്ഞാൽ വേറൊരു കുട്ടികൾക്ക് പ്രധാനപ്പെട്ട ഒരു കടമയാണ് അസേർഷൻ റീസൺ. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഒരു ബാലികേറാമല പോലെയാണ്. ഒരു ബാലികേറാമല എന്ന് പറയാൻ വേണമെങ്കിൽ നീറ്റ് എക്സാമിൽ അസേർഷൻ റീസൺ. പക്ഷേ ബെർലിനിലെ കുട്ടികൾക്ക് അസേർഷൻ റീസണെ ഒന്നും പേടിക്കില്ല, തെല്ലും ഭയമില്ലാതെ ആയിരിക്കും അവർ അസേർഷൻ റീസണിലേക്ക് പോകുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം അസേർഷൻ റീസൺ ഉണ്ട്. അത് കൂടാതെ ഈ അസേർഷൻ റീസണിന് വേണ്ടി തന്നെ ഒരു മെറ്റീരിയൽ, അതൊരു സ്വപ്ന തുല്യമായ മെറ്റീരിയലാണ്. അതെനിക്ക് തോന്നുന്നു ഈ എൻട്രൻസ് എക്സാമുകൾ ഈ ഇടയ്ക്ക് വന്ന ഒരു ഇതാണ് അസേർഷൻ 2021. അതിന് മുമ്പ് നമ്മൾ എയിംസിൽ മാത്രമേ അസേർഷൻ റീസൺ കണ്ടിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അസേർഷൻ റീസൺ ശരിക്കും ഒരു വിദ്യാർത്ഥിയുടെ ബുദ്ധിയെ ലോജിക്കിനെ അളക്കുന്ന ഒരു സാധനം തന്നെയാണ് അല്ലേ? IQ ലെവൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് തന്നെ. അപ്പം ഇതിൽ എത്രത്തോളം ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ട്, എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചലഞ്ചായിട്ട് വേണം ഏറ്റെടുക്കാം. ആണ്. അതായത് നമ്മൾ ഒരു സുഡോക്ക് കളിക്കുമ്പോൾ അതിന്റെ 5 സ്റ്റാർ ലെവലാണ്. അപ്പോൾ അതിൽ തന്നെ നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ട്, അസേർഷൻ റീസൺ ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് കൊടുത്തിരിക്കുക. നോക്കി ഒരു ചാപ്റ്റർ, ഇപ്പോൾ എക്സാമ്പിൾ ബേസിക് കൺസെപ്റ്റിൽ തന്നെ 41 ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ മാത്രം സ്റ്റഡി പാക്കേജിൽ അല്ലാതെ ഉണ്ടായിരുന്നത്. അപ്പം അത് ഈ 41 ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽഡ് ഹിൻസ് ആൻഡ് സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്, എന്താണ് ഇതിന്റെ റീസൺ വരാൻ വൈ എന്നുള്ളതിന്റെ ഉത്തരം അവിടെ തന്നെ വിദ്യാർത്ഥികൾക്ക് കിട്ടും. അതെ. അപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാവുന്ന ഒരു ലോജിക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖലയാണ് അസേർഷൻ റീസൺ. അസേർഷൻ റീസൺ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും സെപ്പറേറ്റ് ബുക്കുകൾ. അപ്പം വിദ്യാർത്ഥികൾക്ക് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അസേർഷൻ റീസൺ. അതുപോലെ തന്നെ ഈ മാത്സ് ദ ഫോളോയിങ് ഇവർ എന്താണ് ചെയ്യേണ്ടത്? മാത്സ് ദ ഫോളോയിങ് ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയേക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും. അസേർഷൻ റീസൺ രീതിയാണ്. പക്ഷെ മാത്സ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോഴത്തേന് കൃത്യമായിട്ട് കൺസെപ്റ്റ് അറിയാമെങ്കിലേ ഉള്ളൂ. ചിലപ്പോൾ സമയം ഒത്തിരി നമുക്ക് നഷ്ടപ്പെടുന്നു. അതെ, കൂടുതൽ സമയം പോകാതെ എന്നാൽ സബ്ജക്റ്റ് പഠിച്ചേക്കുന്നവർ, ഡെപ്തിൽ പഠിച്ചവരെ സംബന്ധിച്ച് മാത്സ് ആയിക്കോട്ടെ, അസേർഷൻ റീസൺ ആയിക്കോട്ടെ, അതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിക്കോട്ടെ, ഈ മെറ്റീരിയലിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. കാരണം 1 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളത് ഇത്രത്തെ മെറ്റീരിയലിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും ഇത് 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൂടെ ഇതെല്ലാം നമ്മുടെ എക്സാമുകളിലെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഈ ജൂൺ മുതൽ അവർക്ക് പരീക്ഷകൾ തന്നെയാണ് നടക്കുന്നത്. വീക്കിലി എക്സാമുകളും ചാപ്റ്റർ വൈസ് എക്സാമുകളും അതിനകത്ത് ഷെഡ്യൂൾഡാണ്. അപ്പം ഈ മെറ്റീരിയൽ കൂടാതെയാണ് നമ്മുടെ പരീക്ഷകളുടെ സിസ്റ്റം തന്നെ. അതും ലക്ഷക്കണക്കിന് ചോദ്യങ്ങളിലൂടെയാണ് അവർക്ക് കിട്ടുന്നത്. ഒരു വിദ്യാർത്ഥി എന്തുമാത്രം ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് റിസൾട്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാണാത്തൊരു കൺസെപ്റ്റ് മെറ്റീരിയലുള്ളതും അല്ലെങ്കിൽ പരീക്ഷകളിലൂടെ അവർ എഴുതിയതല്ലാത്ത ഒരു കൺസെപ്റ്റ് നീറ്റ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യത ഇല്ല എന്നല്ല, ഒരിക്കലും വരില്ല. ഓക്കെ സാറേ, അടുത്തൊരു മെറ്റീരിയൽ ഞാൻ ശ്രദ്ധിച്ചത് ലെക്ചർ നോട്ടാണ്. സാധാരണ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം ക്ലാസ്സിൽ നന്നായിട്ട് നോട്ട് എഴുതുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു ഓൾറെഡി സ്റ്റഡി മെറ്റീരിയൽ അനുസരിച്ച് അവർ നോട്ട് എഴുതുന്നുണ്ട്. അതിനപ്പുറത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണോ ഈ ലെക്ചർ നോട്ട് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലെക്ചർ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ലെക്ചർ നോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ ക്ലാസ്സിൻ്റെ മണിക്കൂർ നമ്മൾ വെച്ച് കൃത്യമായിട്ട് ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക്, ഇപ്പോൾ എക്സാമ്പിൾ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റി ഓർഗാനിക് കെമിസ്ട്രിയിൽ റിയാക്ഷൻ മെക്കാനിക്സിൽ പഠിപ്പിക്കുക. അത് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കാർബോകാറ്റോണിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർക്ക് പേപ്പറിൽ എഴുതാം, ബുക്കിൽ എഴുതാം. അതെല്ലാം അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരു അഡീഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രിൻറ്റഡ് മെറ്റീരിയലായിട്ട് ലെക്ചർ നോട്ടിൻ്റെ ക്ലാസ് 11 ക്ലാസ് 12 ഉണ്ടാവും, കെമിസ്ട്രിക്കും ഫിസിക്സിനും ബയോളജിക്കും. അപ്പോൾ അങ്ങനെ 6 സെറ്റാണ് ലെക്ചർ നോട്ട് നടന്ന മെറ്റീരിയൽ ഉള്ളത്. അതും കളർഡാണ്. തീർച്ചയായിട്ടും കളർഫുൾ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ലെക്ചർ നോട്ടും. ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് ഒരു അല്പം ടഫാന്ന് തോന്നിയാൽ പോലും അത് വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പേജിന്റെ ലേഔട്ട് ഒക്കെ വളരെ അട്രാക്റ്റീവാണ്. ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് കൃത്യമായിട്ട് വന്ന് അവസാനത്തെ ദിവസം ഒന്ന് നോക്കിയിട്ട് പോകാൻ പറ്റുന്നതാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ലെക്ചർ നോട്ട് എന്ന് പറയുന്ന ആ മെറ്റീരിയൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിന് എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത്
വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കെമിസ്ട്രിയുടെ 2 സെറ്റ്, +1 +2, അതുപോലെ തന്നെ ഫിസിക്സ് ഫിസിക്സിന്റെ 2 സെറ്റ്, അതുപോലെ ബയോളജിയുടെ 2 സെറ്റ്, അങ്ങനെ +1 +2 സെറ്റ് ലെക്ചർ നോട്ടാണ്. ഇനി നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് കടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പോൾ നീറ്റ് തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടുള്ളെങ്കിലും അതിനു മുമ്പ് ഇത് APMD ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ഈ മേഖല ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ള ഈ മേഖലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ എങ്ങനെയാണ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്? കടന്നു വന്ന നാൾവഴികളാണ്. അത് നമ്മൾ ഈ 2005 മുതൽ 2025 വരെയുള്ള, അത് വിത്ത് വാല്യൂ ആഡഡ് നോട്ട്സ്, NDA അതിലെ നീറ്റ് UG ഫിസിക്സിൻ്റെ ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ്. അതാണ് ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ്, അതാ പ്രത്യേകത. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുന്നു, ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നീറ്റ് 2025 ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ എക്സാമ്പിൾ എടുത്താൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഫിസിക്സിൽ, അതിൽ ടോപ്പിക്കും അതിനകത്ത് സബ് ടോപ്പിക്കും എല്ലാം കൊടുത്തിട്ടാണ് അതിൽ പ്രീവിയസ് ചാപ്റ്റർ വൈസ് ആൻഡ് ടോപ്പിക് വൈസ്. അതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, സാറേ ഇന്ന് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ഒരു സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ചു, ഈ കുട്ടി ക്ലാസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വർക്ക് ബുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ലെക്ചർ നോട്ട് എടുത്ത് വായിച്ച് നോക്കാം, അതുപോലെ തന്നെ സ്റ്റഡി പാക്കേജ് നോക്കാം, അതിലേക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പം എല്ലാം കഴിയുമ്പം ഞാനിന്ന് പഠിച്ചു തീർന്നല്ലോ. അപ്പോൾ ഇത് എക്സാമിന് ഈ ചാപ്റ്ററിലെ ഒരു എങ്ങനെയായിരിക്കും ചോദിക്കുക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പോൾ ആ ചാപ്റ്ററിൽ 2 മണിക്കൂർ പഠിപ്പിച്ചിട്ടുള്ളെങ്കിലും അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ മാഗ്നറ്റിസം, ഗോസ് ലോ, മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ് എന്ന് പറയുന്ന ആ പാർട്ടിൽ നിന്ന് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഇത്രയും വർഷങ്ങളോളമായിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് 8 ക്വസ്റ്റ്യൻ ആ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആ 8 ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ഇതിങ്ങനെ. അപ്പോൾ ആ ടോപ്പിക് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതേ രീതിയിൽ ചോദിക്കാം, ഇത് രണ്ടും മനസ്സിലാവും. ആ ക്വസ്റ്റിൻ്റെ സൈഡിൽ വിത്ത് ഇയർ, അപ്പോൾ ആ ഇയർ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് ആ ക്വസ്റ്റിനിലൂടെ പോകാം. അപ്പം അത് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലാണോ ഇവർ പഠിച്ച തിയറിയിൽ നിന്നും, ഇവർ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നും, ഇവർ കണ്ട വീഡിയോ ക്ലാസ്സുകളിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയിട്ട് അവസാനം നമ്മളിപ്പോൾ ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ നമ്മൾ എക്സാം ഇടുന്നതിന് മുമ്പ് സാറ്റർഡേ സൺഡേ ഇരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം പഠിച്ചു തീർന്നു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യുമ്പം നീറ്റ് എക്സാം ആയിക്കോട്ടെ, NDA കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷ ആയിക്കോട്ടെ, അപ്പോൾ ആ NDAയുടെ പരീക്ഷകളിൽ എങ്ങനെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ വന്നതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കൽ പോലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല, പക്ഷേ ഈ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് ഇവരെ സഹായിക്കും. ഏതൊരു പോയിന്റിൽ നിന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് എത്രത്തോളം ഡീപ്പാണ് എക്സാം വ്യൂ പോയിന്റിൽ നിന്ന്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിന് ആൻസർ കീ ഉണ്ട്, മാത്രമല്ല ഡീറ്റെയിൽഡ് ഹിന്റ്സ് ആൻഡ് സൊല്യൂഷനും ഉണ്ട് എന്ന് പറഞ്ഞാൽ 100-ലധികം ചോദ്യങ്ങളാണ് ഓരോത്തിലും ഉള്ളത്. കാരണം ഇതുവരെ ചോദിച്ചിരിക്കുന്നത് 20 വർഷത്തെയാണ് പറയുന്നത്. APMD ആയിട്ട് നീറ്റായിട്ട് നടന്നതിന്റെ മുഴുവൻ ചോദ്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചപ്പം അതും ആയിരക്കണക്കിന് ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുകയാണ്. ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും. ഇതല്ലാതെ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അവർക്ക് അല്ലാതെ തേടി പോകേണ്ട കാര്യമില്ല. മെഡിക്കലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻട്രൻസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് വേറൊരു ചോദ്യം എൻട്രൻസിന് ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. എന്തൊക്കെയാണെങ്കിലും ഒരു വിദ്യാർത്ഥി ഇപ്പം നമുക്ക് ബെർലിനിൽ നിന്ന് ഹോസ്റ്റലിലോട്ടോ അല്ലെങ്കിൽ തിരിച്ച് വണ്ടിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ഫ്രീ ടൈമിലും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പോ ഒക്കെ അവനൊരു ചെറിയൊരു നോട്ട് കയ്യിലുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ഇതുണ്ടാവും, ഒരു ഷോർട്ട് നോട്ട്. അതെന്താണ് ബെർലിൻ്റെ ഒരു പാക്കേജ്? അതായത് ബെർലിൻ്റെ ക്യാപ്സ്യൂൾ ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ബ്രെയിൻ പോയിന്റർ. അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് കെമിസ്ട്രിയുടെ ബ്രെയിൻ പോയിന്ററാണ്. ആ ബ്രെയിൻ പോയിന്ററിൽ ഓരോ നമ്മളെ ടോപ്പിക്കിൽ ഒരു ബേസിക് കൺസെപ്റ്റ് അതിൻ്റെ സിലബസാണ്. എന്നാൽ അതിനകത്ത് തിയറി ഉണ്ട്. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട പെട്ടെന്നുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് കൺസെപ്റ്റുകളുണ്ടോ, അതുമുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഒരു ക്വിക്ക് റിവിഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൽ ഇതുവരെ എക്സാമിന് പോകുന്നൊരു കുട്ടി മൊത്തം നമുക്ക് തിയറി വായിച്ചാൽ പറ്റിയല്ലോ, ഓർമ്മയിൽ നിന്ന് ഇത്ര കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അതായത് വെറും 4 പേജിൽ ബേസിക് കൺസെപ്റ്റിൻ്റെ അബ്സ്ട്രാക്റ്റ് കൊടുത്തിരിക്കുക. അതെന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചില്ല. കാരണം ബ്രില്യൻറ്റിലെ കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ പരീക്ഷയുടെ തലേദിവസങ്ങളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ പഠിക്കും. ഇത്രയും സാധനങ്ങൾ പഠിച്ച ആളുടെ അടുത്തേക്ക് പെട്ടെന്ന് റിവിഷൻ, ആ റിവിഷന് ഇത് മുഴുവൻ വായിച്ചെടുക്കാൻ പറ്റും 2 ദിവസം കൊണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അവർക്ക് ആ ഓർമ്മ കിട്ടാൻ വേണ്ടി എനിക്ക് തോന്നുന്നു 1 ദിവസം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഓടിച്ച് നോക്കി ഒരു ചാപ്റ്റർ തന്നെ നോക്കാൻ. തീർച്ചയായും. അപ്പോൾ ആളുടെ ഹെഡ് കീ നോട്ട്സ് എടുത്തു 2 3 കുഞ്ഞു പേജുണ്ട്. അതിനകത്ത് അതെല്ലാം ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു തന്ന ഓരോ പോർഷൻസും അത് കറക്റ്റായിട്ട് ഓർത്തെടുക്കാനായിട്ട് സിനിമയിൽ എന്ന പോലെ ഓർമ്മയിലോട്ട് വരും. അത് തന്നെയാണ് തീർച്ചയായിട്ടും. വീഡിയോ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ഡിജിറ്റൽ ലൈബ്രറിയാണ് ഇ ലേണിംഗ് ആപ്പ്. അപ്പം ഇതെല്ലാം നമ്മൾ പോവും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിലെ നമ്മുടെ
ബ്രെയിൻ പോയിന്റർ ഉണ്ട്. അതാണ് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ എപ്പോഴും അവരുടെ കയ്യിൽ കാണുന്ന എപ്പോഴും പേര് തന്നെ ബ്രെയിൻ പോയിന്റർ. അതിലത് കറക്റ്റായിട്ട് പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഓർത്തിരിക്കും, പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുകയും ചെയ്യും. സാർ, ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ ലേണിംഗ് ആപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ, അത് ഏതൊക്കെ രീതിയിലാണ് വിദ്യാർത്ഥികൾക്ക് ഫാക്കൽറ്റിയെ നേരിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന രീതി, എപ്പോഴും ബെറിലോട്ട് കടന്നു വരുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പും കൂടെ അവർ കരുതുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ രീതിയിൽ ഒരു ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി എങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കണം, അതും വേണ്ടതാണല്ലോ. കാരണം ഉപയോഗിക്കാതെ മടിച്ച് മാറി നിൽക്കരുതല്ലോ, അവർ ഇനിഷ്യേറ്റ് ചെയ്യണം. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള ഒരു മേഖലയാണ്. അപ്പം ആ ഒരു ഓട്ട മത്സരത്തിൽ അവർ ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത്? ഡൗട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതാണെന്ന് വിശ്വസിക്കാൻ പാടില്ലല്ലോ. അതാണെങ്കിൽ അത് ചിന്തിച്ച് മനുഷ്യൻ അങ്ങനെയാണല്ലോ, മനനം ചെയ്യുന്നയാണല്ലോ മനുഷ്യൻ. അപ്പോൾ ഇത് ചിന്തിച്ച് കഴിയുമ്പോൾ ഇതിന് സംശയം വരുന്നു, ഇങ്ങനെയും ആകാമല്ലോ, അങ്ങനെ തിരിച്ചൊരു. അപ്പോൾ ഒരു ഫാക്കൽറ്റി പഠിപ്പിക്കുമ്പോൾ ഇതിന് സാറെ തിരിച്ചും ആകാമല്ലോ എന്നൊരു സംശയം. ആ സംശയം ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ ഡയറക്ടർ അദ്ദേഹത്തിനോട് ചോദിക്കാം. ശരി. അല്ലെങ്കിൽ അവർക്ക് തന്നെ സംശയം ചോദിക്കാം. തന്നെ സംശയം പഠിച്ച് മനസ്സിലാക്കുന്നു ഇല്ല, അവിടെ മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പല ഓപ്ഷൻസാണ് ബില്ലിൻ്റെ ഉള്ളത്. ഒന്നുകിൽ റഫറൻസ് ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ ഇരിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഡയറക്റ്റ് വന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് നമുക്ക് ചോദിച്ച് അധ്യാപകരോട് ചോദിച്ച് ഡൗട്ട് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒന്ന്. രണ്ട്, ഇത് കൂടാതെ AI അസിസ്റ്റഡ് ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്. ഈ ലേണിംഗ് ആപ്പിൽ AI അസിസ്റ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗിൽ ആ ക്വസ്റ്റ്യൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, വിതിൻ സെക്കൻഡ്സ് അത് ആൻസർ കിട്ടും. അതല്ലാണ്ട് ഇനി ടീച്ചേഴ്സിൻ്റെ തന്നെ സപ്പോർട്ടിൽ ആൻസർ കിട്ടണമെങ്കിൽ മൂന്നാമത് വേണം ഡൗട്ട് ക്ലിയറിംഗ് ഫോറം ഉണ്ട്. അതിലേക്ക് കൊടുത്താൽ അധ്യാപകർ തന്നെ അധ്യാപകർ തന്നെ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയും ചെയ്യും. അപ്പം ഡൗട്ട് ക്ലിയറൻസിനെ കുറിച്ചൊരു വിദ്യാർത്ഥിക്ക് ഇനി അധ്യാപകൻ നേരിട്ട് ചില മടിയാണെങ്കിലും ഈ ലേണിംഗ് ആപ്പിൽ കൂടെ വിത്തിൻ സെക്കൻഡിൽ തന്നെ അത് കറക്റ്റ് ആക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി നമുക്കൊരു എക്സാം റിലേറ്റഡ് ആയിട്ടും കൂടി, കാരണം എക്സാം എഴുതി തന്നെയാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള എക്സാമുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ? നമുക്ക് ഒരു ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ ആഴ്ചയിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ആ പാറ്റേണിൽ ക്ലാസ്സുകൾ തീരുന്നു. ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ നമുക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. എല്ലാ മൺഡേയും നമ്മൾ എക്സാം നടത്തും. എക്സാം നടന്നാൽ അത് വീക്കിലി എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് കൃത്യമായിട്ടൊരു 3 മണിക്കൂർ അതിൻ്റെ പാറ്റേണിൽ, നീറ്റിൻ്റെ അതേ പാറ്റേണിൽ പരീക്ഷ നടത്തുന്നു. അതിനകത്ത് സിമ്പിളായിട്ടുള്ള പരീക്ഷകൾ നടത്തും, ആവറേജ് ആയിട്ടുള്ള എക്സാം നടത്തും, വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷകളും നടത്തും. അതുകൊണ്ടാണ് പരീക്ഷകൾ ടഫാണെങ്കിൽ ബ്രില്യൻ്റിലെ കുട്ടികളെ അത് ബാധിക്കാത്തത്. അതൊക്കെ കൃത്യമായിട്ട് എല്ലാ പരീക്ഷകളും എഴുതുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് ബ്രില്യൻ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ക്ലാസ്സുകൾ തീർന്നാൽ ഇത് ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ, ക്രിസ്മസിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് മോഡൽ എക്സാമുകളും ഉണ്ട്. അങ്ങനെ 2 മോഡൽ. പിന്നെ നമ്മൾ ക്ലാസ് തീർന്നതിന് ശേഷം സീരീസ് ഓഫ് മോഡൽ എക്സാംസ്. ആ എക്സാമിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ എല്ലാം ഓക്കെ ആയിക്കോളും. തീർച്ചയായിട്ടും. നമുക്കൊരു ബാച്ചിൽ ഇപ്പോൾ ഒരു 70 വിദ്യാർത്ഥികളായിരിക്കും. അങ്ങനെ പല ബാച്ചുകൾ, പല സെൻറ്ററുകൾ, ഇവർ പരസ്പരം കോമ്പറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥിക്ക് അവനവൻ്റെ ഒരു പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് നമുക്ക് സാറേ മോഡൽ എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സെൻറ്ററും കൂടെ ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത്. ഓൺലൈനിലെ കുട്ടികൾ വരും. ശരി ശരി. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലെ കുട്ടികൾ വരും, ലോങ് ടേം ബാച്ചുള്ള കുട്ടികൾ വരും, അവസാനത്തെ ഒരു മാസം ക്രാഷിൽ പഠിക്കുന്ന കുട്ടികളും വരും. അപ്പോൾ മലയാളികളെല്ലാം ഒരുമിച്ച് എക്സാം എഴുതുന്നത് ആണ്. അതായത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസുകളിൽ തമ്മിലാണ്, അല്ലെങ്കിൽ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് തമ്മിലാണ്. കേരളത്തിലെ കോമ്പറ്റീഷൻ നിലവിൽ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ തമ്മിലാണെന്നുള്ളതാണ് ഓരോ റിസൾട്ട് കാലവും നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവനവൻ്റെ പൊസിഷനെ കൂടെ എത്രത്തോളം മെച്ചപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ലഭിക്കുകയും ചെയ്യും. 2026 മെയ് ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് മുമ്പിൽ 180 ചോദ്യങ്ങൾ, 180 മിനിറ്റ്, 81ഓളം ചാപ്റ്ററുകൾ, 27ഓളം സ്റ്റഡി മെറ്റീരിയൽസ്, അത് കടഞ്ഞെടുത്ത് ഏറ്റവും കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലൊരു വിദ്യാർത്ഥി, അത് ഏത് ലെവലിലുള്ളതും ഏത് സ്ട്രീമിൽ പഠിച്ചതും ഒക്കെ ആവാം, ഏതൊരു വിദ്യാർത്ഥിക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യണം അല്ലേ? നമ്മുടെ ക്യാമ്പസിലോട്ട് വരുമ്പം ഇത് ഓരോന്നും ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യണം. എല്ലാവരെ കൊണ്ടും എല്ലാ മെറ്റീരിയലും എപ്പോഴും തീർക്കാൻ പറ്റുമെന്നൊന്നുമില്ല. പക്ഷേ ഒരു ജനുവരി ആകുമ്പോഴെങ്കിലും നമ്മുടെ കൃത്യം ബാക്ക്ലോഗ്സ് ഇല്ലാതെ ഇതെല്ലാം ഒന്ന് കടന്നു പോകണം. എല്ലാം ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ എല്ലാത്തിലൂടെയും കടന്നു പോവുകയും പിന്നെ ജനുവരി മുതൽ നമുക്കിത് റിവിഷന്റെ ടൈമാണ്. ഇനിയുള്ള നാളുകൾ പഠനം ഒരു തപസ്യായിട്ട് എടുക്കണം. അതിനും കൂടെ നിങ്ങൾ തയ്യാറാക്കി ബാക്കി ടെൻഷനൊക്കെ വീട്ടിൽ വെച്ച്, കാരണം ഇവിടെ ഞങ്ങളൊരു ഫാമിലിയാണ്, എല്ലാവരും നിങ്ങളെ സഹായിക്കാനായിട്ട് അപ്രോച്ചബിൾ ആണ്. അത് മാനേജ്മെൻറ്റ് ലെവൽ മുതൽ ഞങ്ങളെപ്പോലുള്ള എല്ലാവരുമായിട്ടും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അക്കാഡമിക്കോ നോൺ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം, പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമാണ് ബ്രില്യൻറ്റ് ക്യാമ്പസുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് സുതാര്യതയാണ്. ഒന്നും മറച്ചു വെക്കുന്നില്ല. റിസൾട്ട് ഉൾപ്പെടെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് സൈറ്റിൽ പോയി നോക്കണം.
റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കണമെന്ന് പറയുമ്പോൾ തന്നെ റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് സൈറ്റിൽ നോക്കി വ്യക്തമാക്കിയതിന് ശേഷമാണ് കുട്ടികളെല്ലാം അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പം നമുക്ക് വളരെ കാലം എല്ലാവരെയും നമുക്ക് അങ്ങനെ പറഞ്ഞു നിർത്താൻ പറ്റുകയില്ല. അത് കൃത്യമായിട്ട് റിസൾട്ട് നോക്കി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ മാത്രമേ റിസൾട്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത വർഷം. അപ്പോൾ അതിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്രയും നല്ല മെറ്റീരിയൽസ്, അത്രയും നല്ല ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഫാക്കൽറ്റീസ്, ഏറ്റവും നല്ല മാനേജ്മെൻറ്റ്, ഏറ്റവും കൂടുതൽ ഫെസിലിറ്റീസ്. അതുപോലെ ക്ലാസ് റൂം ഫെസിലിറ്റീസ്, റെഫറൻസിൻ്റെ ഫെസിലിറ്റീസ് ആണ് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടത്. പഠിപ്പിന് മാത്രമല്ല പഠന സാഹചര്യങ്ങളും ഈ റിസൾട്ടിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. കാരണം സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് റൂം ഫെസിലിറ്റി ഇത്രയും കരുതുന്നത്. കാരണം നമ്മൾ ഹോസ്റ്റലിൽ വെച്ചിട്ടൊന്നുമല്ല ക്ലാസ് നടത്തുന്നത്. നമ്മൾ ക്ലാസ് റൂം തന്നെ അതിന് വേണ്ടിയിട്ട് പഠന അന്തരീക്ഷമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അത് ഉപയോഗിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുമായിട്ട് ഏറ്റവും നല്ല കൂളായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. നീറ്റ് 2026 ധാരാളം സാധ്യതകളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. അതിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മുഖവും ഒക്കെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നീറ്റ് 2026 നല്ലൊരു വിജയം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Brilliant Study Center, India's #1 coaching center for NEET and JEE.